സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് നല്ല രീതിയിൽ കാശ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് പഠിക്കുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു കമ്പനിയുടെ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജിനെ പറ്റിയാണ്. എന്താണ് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നതിന് മുൻപ് എന്തുകൊണ്ട് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് പ്രധാനമാണെന്ന് ഞാൻ ആദ്യം പറയാം. ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം ചോദിക്കാനായിട്ട് പോവുകയാണ്. സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ നേരത്തെ ഒരു സ്റ്റോക്ക് മുകളിലേക്ക് പോകുന്നതാണോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അതോ താഴേക്ക് പോകാതിരിക്കേണ്ടതാണോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഏത് ശ്രദ്ധിച്ചാലായിരിക്കും നമുക്ക് ലോങ് ടേമിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ വിജയം വരിക്കാനായിട്ട് കഴിയുന്നത്? എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഇതാണ് പറയുന്നത്. ഒരു സ്റ്റോക്ക് താഴേക്ക് പോകാതെ ഇരിക്കാനായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുവാണെങ്കിൽ മുകളിലേക്ക് അത് തനിയെ പൊക്കോളും. ഒരു സ്റ്റോക്ക് താഴേക്ക് പോകാതിരിക്കാൻ വേണ്ടി എന്നാ ചെയ്യേണ്ടത് എന്നല്ലേ? ആ ചോദ്യത്തിന്റെ ഉത്തരവാണ് ഒരു ബിസിനസിന്റെ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജിനെ പറ്റി പഠിക്കുക. അതായത് ഒരു സ്റ്റോക്ക് നിങ്ങൾ വാങ്ങിക്കാൻ നേരത്ത് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റിന് ആ ബിസിനസിന് ഏറ്റവും കൂടുതൽ പ്രൊട്ടക്ഷൻ തരുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്നാണെങ്കിൽ ആ ബിസിനസിന്റെ വാല്യുവേഷൻ, അതായത് എത്ര രൂപ കൊടുത്താണ് നിങ്ങൾ അത് വാങ്ങിക്കുന്നത്. രണ്ടാണെങ്കിൽ ആ ബിസിനസിന്റെ ക്വാളിറ്റി. ആ ബിസിനസിന്റെ ക്വാളിറ്റിയിൽ വരുന്ന കാര്യമാണ് ആ ബിസിനസിന്റെ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ്. വളരെ സിമ്പിൾ ആക്കി തരാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ എടുത്ത ഉദാഹരണം തന്നെ ഈ വീഡിയോയിലും പറയാം. നിങ്ങളുടെ ടൗണിൽ ഒരു റെസ്റ്റോറന്റ് ഉണ്ട്. ഒരേ ഒരു റെസ്റ്റോറന്റ് മാത്രമേ ഉള്ളൂ. എല്ലാവരും അവിടെ പോയാണ് ഭക്ഷണം കഴിക്കുന്നത്. എല്ലാവരും അവിടെ പോയി ഭക്ഷണം കഴിക്കാൻ നേരത്ത് ആ റെസ്റ്റോറൻറ്റ് നല്ല രീതിയിൽ കാശുണ്ടാക്കും. ആ റെസ്റ്റോറൻറ്റ് നല്ല രീതിയിൽ കാശുണ്ടായി കഴിയുമ്പോൾ അതിൻ്റെ സൈഡിൽ തന്നെ പലരും പല റെസ്റ്റോറൻറ്റുകളും കൊണ്ടിടും. അങ്ങനെ പല റെസ്റ്റോറൻറ്റുകളും ഇതിൻ്റെ സൈഡിൽ വന്നു കഴിഞ്ഞാൽ ഈ റെസ്റ്റോറൻറ്റിന് കോമ്പറ്റീഷൻ ആകത്തില്ലേ? ഉടനെ ഈ റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്ന പ്രോഫിറ്റിന് വേണ്ടി ബാക്കിയുള്ള റെസ്റ്റോറൻറ്റുകളും മത്സരിക്കും. അങ്ങനെ ഈ ആദ്യം ഉണ്ടായിരുന്ന റെസ്റ്റോറൻറ്റ് ലാഭം കുറയുകയോ ഇല്ലെങ്കിൽ അത് നഷ്ടത്തിലോ ആക്കും. പക്ഷേ ഈ ആദ്യം തുടങ്ങിയ റെസ്റ്റോറൻറ്റിന് ഒരു സീക്രട്ട് റെസിപ്പിയോ സീക്രട്ട് സോസോ ഉണ്ടായിരുന്നെങ്കിൽ ചുറ്റും എത്ര റെസ്റ്റോറൻറ്റ് വന്നു കഴിഞ്ഞാലും ഇതിൻ്റെ പ്രോഫിറ്റും കൊണ്ട് പോകാനായിട്ട് പറ്റത്തില്ല, ഇതിൻ്റെ ലാഭം കൊണ്ട് പോകാനായിട്ട് പറ്റത്തില്ല. ഉടനെ ഈ സീക്രട്ട് സോസിനെ, ഈ സീക്രട്ട് റെസിപ്പിയെ വിളിക്കുന്ന പേരാണ് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ്. അതായത് കോമ്പറ്റീഷനുമായിട്ട് നോക്കുമ്പോൾ ഈ ബിസിനസ്സിനെ വ്യത്യസ്തമായിട്ട് നിർത്തുന്ന അഡ്വാൻറ്റേജിനെയാണ് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് എന്താണെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തത് എന്തുകൊണ്ടാണ് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് പ്രധാനമെന്ന് ഞാൻ പറയാം. എല്ലാ 10 വർഷത്തിലും നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു വലിയൊരു ഫോൾ ഉണ്ടാകും, വലിയൊരു വീഴ്ച ഉണ്ടാകും. ഇപ്പം നമ്മൾ കഴിഞ്ഞ 2020 നോക്കുകയാണെങ്കിൽ കൊറോണയുടെ സമയത്താണെങ്കിൽ മാർക്കറ്റിൽ വലിയൊരു ഫോളായി ഏകദേശം 40% മാർക്കറ്റിന്റെ വാല്യൂ ആണ് പോയത്. 40% മാർക്കറ്റ് വീണത്. അതിനു മുൻപ് 2008 നോക്കുകയാണെങ്കിൽ വലിയൊരു ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടായി, സാമ്പത്തിക മാന്ദ്യം ഉണ്ടായിട്ട് മാർക്കറ്റിൽ വലിയൊരു വീഴ്ചയാണ് ഉണ്ടായത്. അല്ലെങ്കിൽ 2001 നോക്കുകയാണെങ്കിൽ ഇന്റർനെറ്റ് കമ്പനികളുടെ എല്ലാം വാല്യൂ കൂടി വില കൂടിയാണെങ്കിൽ മാർക്കറ്റ് വലിയൊരു വീഴ്ച അപ്പോഴും ഉണ്ടായി. അല്ലെങ്കിൽ അതിനു മുൻപ് നോക്കുകയാണെങ്കിൽ പരാഗ് പാരിക് സ്കാം, ഹർഷത് മെഹ്ത സ്കാം, അങ്ങനെ പല കാരണങ്ങൾ. എങ്ങനെ നോക്കിയാലും എല്ലാ ഒരു 10 വർഷത്തിലാണെങ്കിൽ മാർക്കറ്റിൽ വലിയൊരു വീഴ്ച ഉണ്ടാകാറുണ്ട്. ഉടനെ ആ വീഴ്ച ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന ഒരു ക്വാളിറ്റി ഉള്ള കമ്പനി ആണെങ്കിൽ തീർച്ചയായിട്ടും അത് വീഴും. എല്ലാ സ്റ്റോക്കുകളും വീഴുന്നോട്ട് അതും വീഴും. തീർച്ചയായിട്ടും ആ സമയത്ത് എല്ലാ കമ്പനികളും വീഴും, എല്ലാ കമ്പനികളും താഴെ പോകും. പക്ഷേ ആണെങ്കിൽ ഒരു ക്വാളിറ്റി ഇല്ലാത്ത കമ്പനി ക്വാളിറ്റി ഉള്ള കമ്പനി എപ്പോഴാണ് തിരിച്ചറിയുന്നതെന്ന് ചോദിച്ചാൽ ഈ വീഴ്ച കഴിഞ്ഞിട്ട് തീർച്ചയായിട്ടും മാർക്കറ്റ് ഒന്ന് മുകളിലേക്ക് പോകും. ആ മുകളിലേക്ക് പോകുന്ന സമയത്താണെങ്കിൽ ക്വാളിറ്റി ഉള്ള കമ്പനികൾ മാത്രമായിരിക്കും മുകളിലേക്ക് പോകുന്നത്. ക്വാളിറ്റി ഇല്ലാത്ത കമ്പനികൾ ചിലപ്പം അവിടെ കൊണ്ട് അവസാനിക്കും. അല്ലെങ്കിൽ ക്വാളിറ്റി ഉള്ള കമ്പനി ആണെങ്കിൽ വലിയൊരു വീഴ്ച ഉണ്ടാകുമ്പോഴാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ അതിൻ്റെ ഷെയർ വാങ്ങിക്കാനായിട്ട് പറ്റും കുറഞ്ഞ വിലയിൽ. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ലോങ് ടേമിലേക്ക് നിങ്ങൾ വാങ്ങുന്നത് ഒരു നല്ലൊരു കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ഉള്ള ബിസിനസ് ആണെങ്കിൽ, നല്ല ക്വാളിറ്റി ഉള്ള ബിസിനസ് ആണെങ്കിൽ മാർക്കറ്റിൽ കോവിഡ് വന്നാലും ഇല്ലെങ്കിൽ സാമ്പത്തിക മാന്ദ്യം ഉണ്ടായാലും ഇല്ലെങ്കിൽ മാർക്കറ്റ് ഇടിഞ്ഞാലും പൊളിഞ്ഞാലും നിങ്ങൾക്ക് ലോങ് ടേമിൽ നല്ലൊരു റിട്ടേൺ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതായത് ഞാൻ ആദ്യം പറഞ്ഞതുകൊണ്ട് ഒരു ബിസിനസിന്റെ ഏറ്റവും വലിയ പ്രൊട്ടക്ഷൻ തരുന്ന ഒരു ഘടകമാണ്, ഒരു ബിസിനസിന് ഏറ്റവും വലിയൊരു സേഫ്റ്റി തരുന്ന ഒരു സുരക്ഷ തരുന്ന ഒരു ഘടകമാണ് ബിസിനസിന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ. ക്വാളിറ്റി ഉള്ള ബിസിനസ്സുകൾ ലോങ് ടൈമിൽ മുകളിലേക്ക് വളരുക തന്നെ ചെയ്യും. പക്ഷെ അതിൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ക്വാളിറ്റി ഉള്ള കമ്പനികൾ എന്ന് പറഞ്ഞാൽ വളരെ വിരളമാണ്. അത് മനസ്സിലാക്കാനായിട്ട് ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ ഇന്ത്യയിലാണെങ്കിൽ 1994 മുതൽ 2019 വരെയുള്ള കമ്പനികളുടെ ഡേറ്റ നോക്കുകയാണെങ്കിൽ 20 കമ്പനികൾ മാത്രമാണ് ഇന്ത്യയിലെ 70% പ്രോഫിറ്റ് ഉണ്ടാക്കിയത്. അതായത് ഒന്നുകൂടെ പറയാം, 20 കമ്പനികൾ മാത്രമാണ് ഇന്ത്യയിലെ 70% പ്രോഫിറ്റ് ഉണ്ടാക്കിയത്. അല്ലെങ്കിൽ അമേരിക്കയിലെ ഒരു ഡേറ്റ നോക്കുകയാണെങ്കിൽ 4% കമ്പനികൾ മാത്രമാണ് 99% കാശുണ്ടാക്കിയത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് പറയുന്നത് ക്വാളിറ്റി ഉള്ള കമ്പനികൾ
ക്വാളിറ്റിയുള്ള കമ്പനികളുടെ എണ്ണം വളരെ കുറവാണ് എന്നാണ്. പക്ഷെ അത് കണ്ടുപിടിച്ച് അതിൽ ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ ലോങ് ടേമിൽ ഏറ്റവും അധികം വെൽത്ത് ജനറേറ്റ് ചെയ്യുന്ന, ഏറ്റവും അധികം കാശ് ഉണ്ടാക്കാവുന്ന കമ്പനികൾ ഇങ്ങനത്തെ ക്വാളിറ്റിയുള്ള കമ്പനികളാണ്. അതിന്റെ ഒരു ഉദാഹരണമാണ് ഇന്ത്യയിലാണെങ്കിൽ ഏഷ്യൻ പെയിന്റ്സും ബജാജ് ഫിനാൻസും എല്ലാം. ഏഷ്യൻ പെയിന്റ്സിലാണെങ്കിൽ നിങ്ങൾ ഒരു 20 വർഷം മുൻപ് ഇൻവെസ്റ്റ് ചെയ്തായിരുന്നെങ്കിൽ നിങ്ങളുടെ 1 ലക്ഷം രൂപ ഇന്നാണെങ്കിൽ അത് ഏകദേശം ആണെങ്കിൽ 325 ലക്ഷം രൂപയിലും ആയ. അല്ലെങ്കിൽ ബജാജ് ഫിനാൻസിൽ നിങ്ങളാണെങ്കിൽ 20 വർഷം മുൻപ് ഇൻവെസ്റ്റ് ചെയ്തായിരുന്നെങ്കിൽ നിങ്ങളുടെ 1 ലക്ഷം രൂപ ഒരു 10 കോടി രൂപയുടെ മുകളിലും ആയിരുന്നേനെ. ചുരുക്കത്തിൽ പറഞ്ഞാൽ ലോങ് ടേമിൽ സ്ഥിരമായിട്ട് കാശ് ഉണ്ടാക്കുന്നതെന്ന് പറയുന്നത് ഇതുപോലത്തെ ക്വാളിറ്റി ഉള്ള കമ്പനികളാണ്. സോ ബിസിനസിന്റെ ക്വാളിറ്റി മനസ്സിലാക്കാനായിട്ട് ബിസിനസ് മോഡലും ബിസിനസിന്റെ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജും വളരെ പ്രധാനമാണ്. സോ ഈ വീഡിയോയിൽ നമ്മൾ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജിനെ പറ്റിയാണ് പഠിക്കാനായിട്ട് പോകുന്നത്. എങ്ങനെ ഒരു കമ്പനിയുടെ ബിസിനസ് മോഡലിനെ പറ്റി മനസ്സിലാക്കാം എന്നുള്ള കാര്യത്തിനെ പറ്റി നമ്മൾ വേറൊരു വീഡിയോയിൽ സംസാരിക്കുന്നതാണ്. സോ പല ടൈപ്പ് ബിസിനസ്സുകളിലും പല ടൈപ്പ് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ആണ് ഉള്ളത്. സോ ഒന്നൊന്നായിട്ട് നമ്മൾ ഈ വീഡിയോയിൽ എടുക്കാനായിട്ട് പോവാണ്. നിങ്ങൾ ഈ വീഡിയോ ശ്രദ്ധിച്ച് തന്നെ കാണാനായിട്ട് ശ്രമിക്കുക. സോ നിങ്ങൾ ഇത് പഠിച്ചതിന് ശേഷമാണെങ്കിൽ നിങ്ങൾ ഭാവിയിൽ ഒരു ബിസിനസ്സിനെ അനലൈസ് ചെയ്യാൻ നേരത്താണെങ്കിൽ ഇതിൽ ഏത് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ആണ് ബിസിനസ്സിൽ ഉള്ളതെന്ന് നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാനായിട്ട് പറ്റും. ഒരു ഇൻവെസ്റ്റർ എന്ന നിലയിൽ നിങ്ങളെ ഇത് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. സോ ആദ്യത്തെ ടൈപ്പ് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ റെഗുലേറ്ററി ബേസ്ഡ് മോട്ടാണ്. മോട്ട് എന്ന് വെച്ചാൽ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് രണ്ടും ഒന്ന് തന്നെയാണ്. സോ റെഗുലേറ്ററി ബേസ്ഡ് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ്, അതിന് നമുക്കൊരു ഉദാഹരണം എടുക്കാം. നിങ്ങളാണെങ്കിൽ നിങ്ങളുടെ ടൗണിൽ ഒരു സൈക്കിൾ കട തുടങ്ങിയെന്ന് വിചാരിക്കുക. അവിടെയാണെങ്കിൽ ഗവൺമെന്റിൽ നിന്നൊരു നിയമം വരുവാണ്. ഒരു ഉദാഹരണം മാത്രമാണ്, നിങ്ങൾക്ക് മാത്രമേ ആ ഏരിയയിൽ സൈക്കിൾ നിർമ്മിക്കാനായിട്ട് പറ്റത്തുള്ളൂ. വേറൊരാൾക്ക് വന്നിട്ടാണെങ്കിൽ സൈക്കിൾ കട ഇടാനായിട്ട് പറ്റത്തില്ലെന്ന് ഗവൺമെന്റ് ഒരു നിയമം ഇറക്കുവാണ്. അങ്ങനെ ഒരു നിയമം ഉണ്ടാകുവാണെങ്കിൽ നിങ്ങൾക്ക് മാത്രമേ സൈക്കിൾ നിർമ്മിക്കാൻ പറ്റത്തുള്ളെങ്കിൽ എല്ലാവരും നിങ്ങളുടെ അടുത്ത് വന്നല്ലേ സൈക്കിൾ വാങ്ങിക്കാനായിട്ട് പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് ഒരു കോമ്പറ്റീഷൻ ഉണ്ടാകത്തില്ലല്ലോ. അങ്ങനെ ഒരു റെഗുലേഷൻ ഉണ്ടാകുവാണെങ്കിൽ, അങ്ങനെ ഒരു നിയമം ഗവൺമെന്റിൽ നിന്ന് ഉണ്ടാകുവാണെങ്കിൽ അതിനെ നമുക്ക് റെഗുലേഷൻ ബേസ്ഡ് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് എന്ന് വിളിക്കാം. ഇത് നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിലുള്ള ഒരു കമ്പനിയുടെ ഉദാഹരണത്തിൽ എടുക്കുവാണെങ്കിൽ, നിങ്ങൾക്കാണെങ്കിൽ ട്രെയിനിൽ കയറി എവിടെയെങ്കിലും പോകണമെന്ന് വിചാരിക്കുക. ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുക്കാനായിട്ട് നിങ്ങൾ മേക്ക് മൈ ട്രിപ്പിലോ ഇല്ലെങ്കിൽ booking.com പോലുള്ള സൈറ്റുകളിൽ പോയാലും ആ സൈറ്റിൽ നിന്ന് നേരെ പോകുന്നത് IRCTCയുടെ സൈറ്റിലേക്കാണ്. നിങ്ങൾ ഏത് സൈറ്റ് ഉപയോഗിച്ചാലും IRCTCയുടെ സൈറ്റ് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അതായത് വേറൊരു കമ്പനിക്കും ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ടുള്ള അധികാരം ഗവൺമെന്റ് കൊടുത്തിട്ടില്ല. സോ ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ ഒരു റെഗുലേഷൻ ഉള്ളത് കൊണ്ട്, ഇങ്ങനെ ഒരു നിയമം ഉള്ളത് കൊണ്ട് എത്ര നാൾ ആൾക്കാർ ട്രെയിനിൽ യാത്ര ചെയ്യുന്നോ അത്രയും നാള് IRCTCയുടെ റവന്യൂ കൂടിക്കൊണ്ടിരിക്കും. കാരണം കോമ്പറ്റീഷൻ ഒരിക്കലും IRCTCയുടെ ബിസിനസ്സിൽ എൻട്രി ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പൊ ഇതൊരു റെഗുലേറ്ററി ബേസ്ഡ് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജിന്റെ ഒരു എക്സാമ്പിൾ ആണ്. വേറെ ഉദാഹരണം എടുക്കുവാണെങ്കിൽ പോഷാക്ക് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഒരു കെമിക്കൽ കമ്പനി ഉണ്ട്. ഈ പോഷാക്ക് എന്ന് പറയുന്ന കമ്പനി നിർമ്മിക്കുന്നതെന്ന് പറഞ്ഞാൽ ഫോർജിങ് കെമിക്കലാണ്. ഫോർജിങ് കെമിക്കൽ എന്ന് പറഞ്ഞാൽ ബോംബ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന കെമിക്കലാണ്. അവിടെ ഗവൺമെന്റ് സൈഡിൽ നിന്നുള്ള ഒരു റെഗുലേഷനാണ്, നിയന്ത്രണമാണ്. ഇന്ത്യയിൽ 2-3 കമ്പനികൾക്ക് മാത്രമേ ഈ ഫോർജിങ് കെമിക്കൽ ഉണ്ടാക്കാനായിട്ട് പറ്റത്തുള്ളൂ. അവിടെ ഈ കെമിക്കലിന് എത്രയും നാളും ഡിമാൻഡ് ഉണ്ടോ അത്രയും നാളും ഈ പോഷാക്ക് എന്ന് പറയുന്ന കമ്പനിയുടെ പ്രോഡക്റ്റിന് ഡിമാൻഡ് ഉണ്ടായിരിക്കും. അതിന്റെ റവന്യൂ കൂടുകയും ചെയ്യും. കാരണം വേറൊരു കോമ്പറ്റീഷനും ഇവരുണ്ടാക്കുന്ന കെമിക്കലിലാണെങ്കിൽ എൻട്രി ചെയ്യാനായിട്ട് പറ്റത്തില്ല. അവർക്ക് വന്നിട്ടാണെങ്കിൽ ഈ മാർക്കറ്റിൽ വന്നിട്ട് എൻട്രി ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് നിലവിലുള്ള കമ്പനികൾ മാത്രം കാശുണ്ടാക്കും. ഇത് ഒരു റെഗുലേഷൻ ബേസ്ഡ് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജിന്റെ ഒരു എക്സാമ്പിൾ ആണ്. ഇനി നമുക്ക് അടുത്ത ടൈപ്പ് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജിലേക്ക് പോവാം. അടുത്ത ടൈപ്പ് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ബ്രാൻഡാണ്. നിങ്ങളുടെ കയ്യിൽ ഒരു 2 ലക്ഷം രൂപ ഉണ്ടെന്ന് വിചാരിക്കുക. നിങ്ങളാണെങ്കിൽ 2 ലക്ഷം രൂപ കൊടുത്തിട്ടാണെങ്കിൽ ഒരു ടാറ്റ നാനോ വാങ്ങുവോ അതൊരു റോയൽ എൻഫീൽഡ് വാങ്ങുവോ? അധികം കേസിലുമാണെങ്കിൽ നിങ്ങൾ പോയി ഒരു റോയൽ എൻഫീൽഡ് വാങ്ങാനായിട്ടാണ് സാധ്യത. കാരണം റോയൽ എൻഫീൽഡ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഉള്ളിൽ ഒരു ബ്രാൻഡാണ്. എന്താണ് ഒരു ബ്രാൻഡും ഒരു ബ്രാൻഡ് അല്ലാത്തതും? നിങ്ങൾക്ക് ഒരു ജീൻസ് വാങ്ങിക്കണമെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ഒരു കടയിൽ പോവുകയാണ്. ഉടനെ അവിടെ പോയിട്ടാണെങ്കിൽ ഒരു ജീൻസ് നിങ്ങൾ വാങ്ങിക്കുവാണ്. ഉടനെ അയാൾ പറഞ്ഞാൽ 1500 രൂപയാണെന്ന്. ഉടനെ ആണെങ്കിൽ 1500 രൂപ അയാൾ പറഞ്ഞാലും നിങ്ങൾക്ക് അവിടെ ബാർഗെയിൻ ചെയ്യാനായിട്ടുള്ള അവസരമുണ്ട്. അവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം, ചേട്ടാ ഇത് 1000 രൂപയ്ക്ക് താ, ഇല്ലെങ്കിൽ 1250 രൂപയ്ക്ക് താ. അങ്ങനെ ബാർഗെയിൻ ചെയ്യാനായിട്ട് പറ്റും. നിങ്ങളാണെങ്കിൽ ലിവൈസിന്റെ സ്റ്റോറിൽ പോകാന്ന് വിചാരിക്കുക. അവിടെ ഒരു ജീൻസിന് എഴുതി വെച്ചിരിക്കുന്നത് 2000 രൂപയാണെന്ന് വിചാരിക്കുക. ഉടനെ നിങ്ങൾ ഒരു ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു കാര്യത്തിന് ഒരിക്കലും അവിടെ ബാർഗെയിൻ ചെയ്യാനായിട്ട് പോകത്തില്ല. കമ്പനി എത്ര രൂപ പറയുന്നു ആ വിലയ്ക്ക് നിങ്ങൾ വാങ്ങിച്ചിട്ട് വരും. അവർ നാളെ വില കൂട്ടിയാലും ആളുകൾ അത് വാങ്ങാനായിട്ട് തയ്യാറാകും.
അതുപോലെ തന്നെയാണ് ഐഫോണിന്റെ കാര്യത്തിലും. ഐഫോണിന്റെ പുതിയ മോഡലാണെങ്കിൽ 1 ലക്ഷം രൂപയ്ക്ക് ഇറങ്ങിയാലും ആൾക്കാർ വാങ്ങാനായിട്ട് തയ്യാറാകും. പക്ഷെ ഏതെങ്കിലും ഒരു ചൈനയുടെ ഫോൺ ആണെങ്കിൽ നാളെ 1 ലക്ഷം രൂപയ്ക്കോ ഇല്ലെങ്കിൽ 50,000 രൂപയ്ക്കോ വിറ്റാൽ ആൾക്കാർ അങ്ങനെ വാങ്ങാനായിട്ട് ഒരിക്കലും തയ്യാറാകത്തില്ല. കാരണം ഐഫോൺ എന്ന് പറഞ്ഞാൽ ആളുകളുടെ ഉള്ളിൽ ഒരു ബ്രാൻഡ് ഇമേജ് ഉണ്ട്. ഉടനെ ബ്രാൻഡുകൾക്കാണെങ്കിൽ പ്രൈസിങ് പവർ ഉണ്ടെന്ന് പറയാം. അതായത് അവർക്ക് എളുപ്പത്തിൽ വില കൂട്ടാനായിട്ട് പറ്റും. പക്ഷെ ബ്രാൻഡ് അല്ലാത്ത കമ്പനികൾക്കാണെങ്കിൽ പ്രൈസിങ് പവർ ഇല്ല. ചുരുക്കത്തിൽ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. ബ്രാൻഡുകൾക്കാണെങ്കിൽ അവരുടെ റോ മെറ്റീരിയലിന്റെ കാശ് കൂടിയാലും കൂടിയ വിലയ്ക്ക് കസ്റ്റമറിലേക്ക് അവർക്ക് വിൽക്കാനായിട്ട് പറ്റും. പക്ഷെ ബ്രാൻഡ് അല്ലാത്ത കമ്പനികൾക്ക് ആണെങ്കിൽ അവരുടെ റോ മെറ്റീരിയലിന്റെ വില കൂടുന്നതനുസരിച്ചിട്ട് ഒരിക്കലും കൂടിയ വിലയ്ക്ക് കസ്റ്റമറിലേക്ക് വിൽക്കാനായിട്ട് പറ്റത്തില്ല. അവിടെ അങ്ങനെ ആ കസ്റ്റമറിലേക്ക് പാസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ആ കമ്പനിക്ക് ഒരു കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് അല്ലേ. സോ അതാണ് നമ്മുടെ രണ്ടാമത്തെ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ്, ബ്രാൻഡ്. പിന്നെ മൂന്നാമത്തെ നോക്കുവാണെങ്കിൽ ടേസ്റ്റ് ഇല്ലെങ്കിൽ ഹാബിറ്റ്. ഇത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ആ റെസ്റ്റോറന്റ് ഉദാഹരണത്തിലേക്ക് തിരിച്ചു വരാം. ഇപ്പൊ 10 റെസ്റ്റോറന്റ് നിങ്ങളുടെ ഏരിയയിലുണ്ട്. പക്ഷെ ആണെങ്കിൽ ഒരു റെസ്റ്റോറന്റിലെ ബീഫ് റോസ്റ്റ് ആണ് നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം. ഉടനെ ബാക്കിയുള്ള ഏത് റെസ്റ്റോറന്റിനേക്കാളും നിങ്ങൾക്ക് ഇഷ്ടം ഈ ഒരു റെസ്റ്റോറന്റിലെ ബീഫ് റോസ്റ്റ് ആണ്. ഉടനെ ചുറ്റും എത്ര റെസ്റ്റോറന്റ് ഉണ്ടെങ്കിലും ഉടനെ അവിടെയെല്ലാം എത്ര ബീഫിന്റെ വെറൈറ്റി ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടം ഇവിടുത്തെ ബീഫ് റോസ്റ്റ് ആയതുകൊണ്ട് നിങ്ങൾ ഈ റെസ്റ്റോറന്റിൽ തന്നെ പോകത്തുള്ളൂ. കാരണം അവിടുത്തെ ടേസ്റ്റ് ആണ് നിങ്ങൾക്ക് ഇഷ്ടം. ഉടനെ ആ ടേസ്റ്റ് എന്ന് പറയുന്നത് ആ റെസ്റ്റോറന്റിന് ഒരു കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് അല്ലേ. സോ ഇത് നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിലുള്ള കമ്പനിയുടെ ഉദാഹരണം നോക്കുവാണെങ്കിൽ നെസ്ലെ എന്ന കമ്പനിയാണ് മാഗി നിർമ്മിക്കുന്നത് ഇന്ത്യയിൽ. അവിടെ 2016 മാഗി ബാൻ ചെയ്യുകയുണ്ടായി. അതായത് മാർക്കറ്റിൽ മാഗി എന്ന് പറയുന്ന പ്രോഡക്റ്റ് കിട്ടാനില്ല 2016 ശേഷം. അതിനുശേഷം തിരിച്ച് 1 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കാണെങ്കിൽ മാഗിയുടെ ബാൻ എടുത്തു മാറ്റി. അത് കഴിഞ്ഞ് മാഗി മാർക്കറ്റിൽ തിരിച്ചു വന്നപ്പോൾ തന്നെ 1 വർഷം കൊണ്ട് തന്നെ 50% മാർക്കറ്റ് ഷെയറിലേക്ക് മാഗി തിരിച്ചു വന്നു. കാരണം ആൾക്കാർക്ക് മാഗിയുടെ ടേസ്റ്റ് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. ഉടനെ ആ ടേസ്റ്റ് എന്ന് പറയുന്നത് മാഗിക്ക് ഒരു കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് അല്ലേ. അതായത് നെസ്ലെ എന്ന് പറയുന്ന കമ്പനിക്ക് ഒരു കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് അല്ലേ. കാരണം ഒരിക്കലും കസ്റ്റമർ ആണെങ്കിൽ വേറൊരു പ്രോഡക്റ്റ് വാങ്ങാതെ മാഗിയുടെ പ്രോഡക്റ്റ് തന്നെ വാങ്ങത്തില്ലേ. ഇനി വേറൊരു ഉദാഹരണം നോക്കുവാണെങ്കിൽ ഹാബിറ്റ്. മനുഷ്യന്റെ സ്വഭാവമാണെങ്കിൽ മാറാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഇപ്പം സിഗരറ്റ് വലിക്കുന്ന ഒരാളാണെങ്കിൽ അയാളാണെങ്കിൽ സിഗരറ്റ് വലിക്കുന്നത് നിർത്താനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിർത്തുന്നവരുണ്ടാകും, ഇല്ലെന്നല്ല, പക്ഷെ വളരെ ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ മദ്യപിക്കുന്ന ഒരാളാണെങ്കിൽ മദ്യപാനം നിർത്താനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. ഒരുപക്ഷെ നിങ്ങളാണെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു സുഹൃത്തിനെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ബ്രാൻഡിന്റെ സിഗരറ്റ് തന്നെ അയാൾ വലിക്കത്തുള്ളൂ. ആ ഒരു ബ്രാൻഡിന്റെ സിഗരറ്റ് മാത്രമാണ് അയാൾക്ക് ഇഷ്ടം. അത് അയാളുടെ ഒരു ഹാബിറ്റ് ആയിട്ട് മാറിക്കഴിഞ്ഞു. അങ്ങനെ അത് അയാളുടെ ഒരു ഹാബിറ്റ് ആണെങ്കിൽ അയാൾ വീണ്ടും വീണ്ടും ആ സിഗരറ്റ് തന്നെ വാങ്ങിച്ച് വലിക്കുന്നതെങ്കിൽ അത് ആ കമ്പനിക്ക് ഒരു കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് അല്ലേ. കാരണം ഇങ്ങനെ ഒത്തിരി പേർക്ക് കാണും ഇങ്ങനെ ആ ഒരു ബ്രാൻഡുമായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ്. അങ്ങനെ സ്ഥിരമായിട്ട് അവർ ആ ബ്രാൻഡിൽ നിന്ന് യൂസ് ചെയ്യാൻ നേരത്താണെങ്കിൽ ആ കമ്പനിയുടെ റവന്യൂവും പ്രോഫിറ്റും എല്ലാം കൂടത്തില്ലേ. അപ്പോൾ ടേസ്റ്റ് ഹാബിറ്റും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ആണ്. ലോകത്തിൽ തന്നെ ഏറ്റവും അധികം മൾട്ടിപ്ലൈ ചെയ്ത സ്റ്റോക്ക് എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഫിലിപ്പ് മോറിസ് ആണ്. അതൊരു സിഗരറ്റ് കമ്പനിയാണ്. അത് ഏകദേശം 1 ലക്ഷം തവണയുടെ മുകളിലാണ് മൾട്ടിപ്ലൈ ആയത്. അതായത് നിങ്ങൾ 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തായിരുന്നെങ്കിൽ ഏകദേശം അത് 1 ലക്ഷം തവണ മൾട്ടിപ്ലൈ ആയിരിക്കും. ഇനി അടുത്ത ടൈപ്പ് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്ക് എഫക്ട്സ് ആണ്. ഇതെന്താണ് മനസ്സിലാക്കാനായിട്ട് നിങ്ങളുടെ ഇടയ്ക്ക് ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങൾ എന്തുകൊണ്ടാണ് ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നത് ഇല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്നത്? നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയും ഇല്ലെങ്കിൽ പരിചയക്കാരും എല്ലാം ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഉള്ളതുകൊണ്ടല്ലേ നിങ്ങൾ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമും എല്ലാം ഉപയോഗിക്കുന്നത്. കാരണം നിങ്ങളുടെ നെറ്റ്വർക്കിലുള്ള എല്ലാവരും അതിലുള്ളത് കൊണ്ടാണ് നിങ്ങൾ അത് ഉപയോഗിക്കുന്നത്. അതായത് എത്രത്തോളം നാൾ നിങ്ങളുടെ നെറ്റ്വർക്കിലുള്ള എല്ലാവരും അതിലുണ്ടോ അത്രയും നാൾ നിങ്ങൾ അതിലുണ്ടാകാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. ഉടനെ നിങ്ങൾ ആ പ്ലാറ്റ്ഫോമിൽ തന്നെ ദീർഘകാലം നിൽക്കുകയാണെങ്കിൽ അത് ആ കമ്പനിക്ക് ഒരു കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് അല്ലേ. നിങ്ങൾ എത്രയും നാൾ ആ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്നോ അത്രയും കൂടുതൽ പരസ്യം ആ കമ്പനിക്ക് നിങ്ങളെ കാണിക്കാനായിട്ട് പറ്റും. അത്രയും കൂടുതൽ റവന്യൂ ആ കമ്പനി ഉണ്ടാക്കും. അതായത് ഒരു നെറ്റ്വർക്കിൽ എത്രയധികം ആളുകളുണ്ടോ അത്രയധികം സ്ട്രോങ് ആയിരിക്കും ആ നെറ്റ്വർക്ക്. ഇപ്പൊ ഫേസ്ബുക്ക് എന്ന് പറഞ്ഞാൽ 100 മില്യൺ ആൾക്കാരുണ്ടായിരുന്നപ്പോൾ എത്രത്തോളം സ്ട്രോങ് ആയിരുന്നോ അതിലും സ്ട്രോങ് ആണ് 1 ബില്യൺ ആൾക്കാർ ഫേസ്ബുക്കിലുള്ളപ്പോൾ. ഇപ്പൊ ഇന്ത്യയിൽ അങ്ങനത്തെ ഒരു ബിസിനസ് നോക്കുവാണെങ്കിൽ ഇൻഫോ എഡ്ജ് ആണ്. ഇന്ത്യയിൽ തന്നെ നോക്കുവാണെങ്കിൽ ഏറ്റവും അധികം ജോബ് പ്ലേസ്മെന്റ് കാണിക്കുന്നത് നൗകരി എന്ന് പറയുന്ന സൈറ്റാണ്. നൗകരി എന്ന് പറഞ്ഞാൽ ഇൻഫോ എഡ്ജിന്റെ അടിയിലാണ് വരുന്നത്. വളരെ എത്രയധികം ആൾക്കാർ വന്ന് നൗകരിയിൽ വന്ന് ജോബ് പോസ്റ്റ് ചെയ്യുന്നോ അത്രയധികം നൗകരി എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ശക്തിയായിക്കൊണ്ടിരിക്കും. നൗകരി എന്ന് പറയുന്ന ആപ്പിൽ എത്രയധികം പേര് വന്ന് ജോലി പോസ്റ്റ് ചെയ്യുന്നോ അത്രയധികം ആൾക്കാർ ജോലി നോക്കാനായിട്ട് നൗകരിയിലേക്ക് വരും. അതായത് ബാക്കിയുള്ള ഏത് പ്ലാറ്റ്ഫോമിനേക്കാൾ കൂടുതൽ നെറ്റ്വർക്കിങ് ഈ സൈറ്റിൽ ഉണ്ടാകുമ്പോഴാണെങ്കിൽ ഈ കമ്പനിക്ക് അതൊരു കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് അല്ലേ. കാരണം ഏറ്റവും കൂടുതൽ ജോലി കൊടുക്കുന്നവരും ജോലി നോക്കുന്നവരും ഈ സൈറ്റിലാണുള്ളത്. അപ്പൊ കൂടുതൽ പേരും ഇതിലേക്ക് തന്നെ വരാനായിട്ടാണ് ചാൻസ്. പക്ഷേ ബാക്കിയുള്ള ഏത് ബിസിനസിനെ അപേക്ഷിച്ചിട്ടും ഇതിനൊരു കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ഉണ്ടെന്ന് പറയത്തില്ലേ.
അതും അല്ലെങ്കിൽ ഈ ഇൻഫോഡ്ജിന്റെ തന്നെ 99 acres എന്ന് പറഞ്ഞൊരു സൈറ്റ് ഉണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ റിയൽ എസ്റ്റേറ്റ് പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ എത്രയധികം റിയൽ എസ്റ്റേറ്റിനെ പറ്റിയുള്ള ഡീലുകൾ ഇതിൽ ലിസ്റ്റ് ചെയ്യപ്പെടുന്നോ അത്രയും ശക്തമാവുകയാണ് ഈ പ്ലാറ്റ്ഫോം. അല്ലെങ്കിൽ എത്രയധികം ആൾക്കാർ ഇതിലൂടെ റിയൽ എസ്റ്റേറ്റ് വാങ്ങിക്കുന്നോ അത്രയധികം ഈ പ്ലാറ്റ്ഫോം ശക്തമാവുകയാണ്. അതായത് എത്രയധികം ബയ്യറും സെല്ലറും തമ്മിലുള്ള നെറ്റ്വർക്കിംഗ് നടക്കുന്നോ അത്രയധികം ശക്തമാവുകയാണ് ഈ പ്ലാറ്റ്ഫോം. അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ശക്തമാവുകയാണെങ്കിൽ ബാക്കി പ്ലാറ്റ്ഫോമിനേക്കാളും ഈ പ്ലാറ്റ്ഫോമിന് ഒരു കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ലേ? അതിൻ്റെ ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ, നിങ്ങൾക്ക് ഒരു ബൈക്ക് വയ്ക്കണമെങ്കിൽ നിങ്ങൾക്കറിയാം OLX-ൽ ഇടുകയാണെങ്കിൽ അപ്പുറത്തൊരു ബൈക്ക് വാങ്ങിക്കാനായിട്ടുള്ള സാധ്യതകൾ ഏറെയാണെന്ന്. പക്ഷെ ഏതെങ്കിലും ഒരു പുതിയൊരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടിടുവാണെങ്കിൽ, പുതിയൊരു ആപ്പിൽ കൊണ്ടിടുവാണെങ്കിൽ അപ്പുറത്തൊരു ബയ്യർ ഉണ്ടാകുമോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് ഉറപ്പില്ല. അങ്ങനെ ഒരു സ്ഥിതിയിലാണെങ്കിൽ നിങ്ങൾ OLX-ൽ തന്നെ നിങ്ങളുടെ ബൈക്ക് വിൽക്കുന്ന കാര്യം കൊണ്ടിടാനായിട്ടുള്ള സാധ്യത. അതായത് ചുരുക്കത്തിൽ പറഞ്ഞാൽ ഏത് പ്ലാറ്റ്ഫോമിലാണ് കൂടുതൽ നെറ്റ്വർക്കിംഗ് നടക്കുന്നത്, അതായത് ഒരു ബയ്യറും സെല്ലറും തമ്മിലാകാം, ഇല്ലെങ്കിൽ ഫ്രണ്ട്സും ഫാമിലിയും തമ്മിലുള്ള ഒരു സോഷ്യൽ നെറ്റ്വർക്കിംഗ് ആകാം. ഏത് കേസിലാണെങ്കിലും എവിടെയാണ് ലാർജ് സ്കെയിലിൽ വലിയ രീതിയിൽ നെറ്റ്വർക്കിംഗ് നടത്തുന്നത്, ആ ബിസിനസ്സുകൾക്ക് ബാക്കിയുള്ള ബിസിനസ്സുകളെ അപേക്ഷിച്ചിട്ടാണെങ്കിൽ ഒരു സ്ട്രോങ് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ഉണ്ടെന്ന് പറയാം. സോ അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഇനി അടുത്ത ടൈപ്പ് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ലൊക്കേഷൻ ബേസ്ഡ് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ആണ്. അതിനൊരു ഉദാഹരണം നമുക്ക് പറയാം. നിങ്ങൾ എയർപോർട്ടിലിരിക്കാൻ നേരത്ത് നിങ്ങൾക്ക് ഒരു കാപ്പി കുടിക്കാനായിട്ട് നിങ്ങൾ ആ എയർപോർട്ടിന്റെ അകത്തുള്ള കടയിലല്ലേ പോയി കുടിക്കത്തുള്ളൂ. ഉറപ്പായിട്ട് നിങ്ങൾ എയർപോർട്ടിന്റെ വെളിയിൽ പോയിട്ട് ഒരു കാപ്പി കുടിക്കാനായിട്ടുള്ള സാധ്യതയില്ലല്ലോ. വളരെ എയർപോർട്ടിന്റെ അകത്തുനിന്ന് മാത്രം ആൾക്കാർ സാധനം വാങ്ങിക്കുന്നത് കൊണ്ട് അത് എയർപോർട്ടിന്റെ അകത്തുള്ള കമ്പനികൾക്ക് ഒരു കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് അല്ലേ? കാരണം എയർപോർട്ടിൽ വരുന്ന കസ്റ്റമർ വേറെ എവിടെയും പോകത്തില്ല വാങ്ങാനായിട്ട്. ഇതൊരു ഉദാഹരണം എടുത്തതാണ്. ഇനി നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനികളെ നോക്കാം. ഗോദ്രേജ് എന്ന് പറയുന്ന കമ്പനി നോക്കുവാണെങ്കിൽ ബോംബെയിലാണെങ്കിൽ ഏകദേശം 20% മേലെ ലാൻഡ് ഗോദ്രേജ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ കീഴിലാണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയൊരു റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പറാണ് ഗോദ്രേജ് എന്ന് പറഞ്ഞാൽ. ഉടനെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു സിറ്റിയായ മുംബൈയിലാണെങ്കിൽ ഇത്രയധികം ലാൻഡ് അവർക്കുണ്ടെങ്കിൽ അത് ബാക്കിയുള്ള കമ്പനികളെ അപേക്ഷിച്ച് വെച്ച് നോക്കുമ്പോൾ ഈ കമ്പനിക്ക് ഒരു കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് അല്ലേ? നാളെ ഈ സ്ഥലത്താണെങ്കിൽ അവർക്ക് നാളെ എന്തെങ്കിലും റിയൽ എസ്റ്റേറ്റോ ഇല്ലെങ്കിൽ മാളോ കെട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വലിയൊരു ബിസിനസ് ഉണ്ടാക്കാനായിട്ട് പറ്റത്തില്ലേ? ഉടനെ ശരിയായ ലൊക്കേഷനിൽ ഒരു സ്ഥലം ഉള്ളതെന്ന് പറയുന്നത് ഒരു കമ്പനിക്ക് ഒരു കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ആണ്. അതാണ് ലൊക്കേഷൻ ബേസ്ഡ് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ്. ഇനി അടുത്തത് ടെക്നിക്കൽ നോഹൗ. എന്താണ് ടെക്നിക്കൽ നോഹൗ? നിങ്ങളുടെ ജില്ലയിലാണെങ്കിൽ ഏറ്റവും നന്നായിട്ട് പടം വരയ്ക്കുന്നത് നിങ്ങളാണെന്ന് വിചാരിക്കുക. അതായത് എല്ലാവരേക്കാളും ഏറ്റവും ബെസ്റ്റായിട്ട് പടം വരയ്ക്കാൻ അറിയാവുന്നത് നിങ്ങൾക്കാണെന്ന് വിചാരിക്കുക. ഉടനെ ആണെങ്കിൽ നാട്ടിലാണെങ്കിൽ പടം വരയുടെ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ആളുകളെല്ലാം നിങ്ങളുടെ അടുക്കല്ലേ വരാനായിട്ട് സാധ്യത. കാരണം നിങ്ങൾക്കാണ് എങ്ങനെയാണ് ഏറ്റവും ബെസ്റ്റായിട്ട് വരയ്ക്കാനായിട്ട് അറിയാവുന്നത്. ഉടനെ അത് നിങ്ങൾക്കൊരു കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് അല്ലേ? കാരണം ബാക്കി എല്ലാവരെക്കാളും ബെസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്കതൊരു കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് അല്ലേ? അത് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് നോക്കുവാണെങ്കിൽ ചില കമ്പനികൾക്കാണെങ്കിൽ ചില കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള പ്രത്യേക കഴിവോ ഇല്ലെങ്കിൽ അതിനുള്ള മെഷീനുകളോ ഇല്ലെങ്കിൽ എക്സ്പെർട്ടൈസോ എക്സ്പീരിയൻസോ ഉണ്ട്. അങ്ങനെ ചില കമ്പനികൾക്ക് മാത്രം ഉള്ളത് കൊണ്ട് എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് ആ കമ്പനിയെ മാത്രമേ ആശ്രയിക്കാനായിട്ട് പറ്റത്തുള്ളൂ, വേറൊരു കമ്പനിയെ ആശ്രയിക്കാനായിട്ട് പറ്റത്തില്ല. കാരണം അവർക്കാണ് അത് ഉണ്ടാക്കാനായിട്ട് അറിയാവുന്നത്, അത് ചെയ്യാനായിട്ട് അറിയാവുന്നത്. സോ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലാണെങ്കിൽ ആ കമ്പനിക്ക് അതൊരു കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ആണെന്ന് പറയാൻ പറ്റത്തില്ലേ? ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ നവീൻ ഫ്ലോറിൻ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഒരു കമ്പനി ഉണ്ട് ഇന്ത്യയിൽ. നവീൻ ഫ്ലോറിൻ എന്ന് പറഞ്ഞാൽ ഫ്ലൂറിനേഷൻ കെമിക്കലിൽ ഡീൽ ചെയ്യുന്ന കമ്പനിയാണ് നവീൻ ഫ്ലോറിൻ എന്ന് പറഞ്ഞാൽ. അവിടെ ഫ്ലൂറിനേഷൻ എന്ന് പറഞ്ഞാൽ ഒത്തിരി ടഫായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു കെമിസ്ട്രിയാണ് ഹാൻഡിൽ ചെയ്യാനായിട്ട്. എല്ലാവരെ കൊണ്ടും അത് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അവിടെ ഇന്ത്യയിലാണെങ്കിൽ ഈ ഫ്ലൂറിനേഷനിൽ ഹാൻഡിൽ ചെയ്യുന്നതെന്ന് പറയുന്നത് രണ്ടേ രണ്ട് കമ്പനികളിൽ. ഒന്നാണെങ്കിൽ നവീൻ ഫ്ലോറിനും പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ഗുജറാത്ത് ഫ്ലോറോ കെമിക്കൽസും. അവിടെ ഈ രണ്ട് കമ്പനിക്ക് മാത്രമേ ഈ ഫ്ലൂറിനേഷൻ കെമിക്കൽ ഹാൻഡിൽ ചെയ്യാൻ അറിയത്തുള്ളൂ. അതായത് ഈ കെമിക്കലിന് ഫ്ലൂറിനേഷന് എത്രയും നാൾ ഡിമാൻഡ് ഉണ്ടോ അത്രയും നാളും ഈ കമ്പനിയുടെ ഡിമാൻഡും കൂടത്തില്ലേ, ഈ കമ്പനിയും വളരത്തില്ലേ. അതായത് ടെക്നിക്കലി അവർക്ക് അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാം, ടെക്നിക്കൽ നോഹൗ. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ എക്കോണമീസ് ഓഫ് സ്കെയിൽ. എന്താണ് എക്കോണമീസ് ഓഫ് സ്കെയിൽ? അതിന് തന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ലിസ്റ്റ് ചെയ്ത ഒരു കമ്പനിയെ തന്നെ എടുക്കാം. റിലാക്സോ എന്ന് പറയുന്ന കമ്പനി സ്റ്റോക്ക് മാർക്കറ്റ് ലിസ്റ്റ് ചെയ്ത കമ്പനിയാണ്. ഏകദേശം 60 മില്യൺ പാദരക്ഷകളോളമാണ്, 60 മില്യൺ ഫുട്വെയറോളമാണ് റിലാക്സോ വിൽക്കുന്നത്. അവിടെ റിലാക്സോ ആണെങ്കിൽ 60 മില്യൺ ഫുട്വെയർ നിർമ്മിക്കാൻ നേരത്താണെങ്കിൽ അതിനുള്ള മെറ്റീരിയൽ വാങ്ങണ്ടേ.
ഉടനെ ഇത്രയും ഫുട്വെയർ, ഇത്രയും പാദരക്ഷകൾ നിർമ്മിക്കാനായിട്ട് ഒരു മെറ്റീരിയൽ വാങ്ങിക്കാൻ നേരത്താണെങ്കിൽ ആ സപ്ലയറുടെ കയ്യിൽ നിന്നാണെങ്കിൽ ഒരു ഡിസ്കൗണ്ട് ഇവർക്ക് ചോദിച്ചൂടെ? കാരണം ഇത്രയും ബൾക്കായിട്ട് ഇവർ വാങ്ങിക്കുന്നതുകൊണ്ട് ഉടനെ സിമ്പിളായിട്ട് ഇത്രയേ ഉള്ളൂ. അതായത് ബൾക്കായിട്ട് നിർമ്മിക്കുന്ന ഏത് കമ്പനിക്കാണെങ്കിലും സപ്ലയറുടെ കയ്യിൽ നിന്നാണെങ്കിൽ ബാക്കിയുള്ളവർക്ക് കൊടുക്കുന്നതിനേക്കാളും ഡിസ്കൗണ്ട് പ്രൈസിലാണെങ്കിൽ സാധനം കിട്ടാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അതായത് റിലാക്സോ വിൽക്കുന്നത് 60 മില്യൺ ഫുട്വെയർ ആണ്, പാദരക്ഷകളാണ്. 10 മില്യൺ ഫുട്വെയർ വിൽക്കുന്ന കമ്പനിക്കാണ് കൂടുതൽ ഡിസ്കൗണ്ട് കിട്ടുന്നത്, അതോ 60 മില്യൺ വിൽക്കുന്ന കമ്പനിക്കാണ് കൂടുതൽ ഡിസ്കൗണ്ട് കിട്ടുന്നത്? തീർച്ചയായിട്ടും അധികം പർച്ചേസ് ചെയ്യുന്നത്, അധികം ബൾക്ക് രീതിയിൽ റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്ന കമ്പനികൾക്ക് കൂടുതൽ ഡിസ്കൗണ്ട് കിട്ടാനായിട്ടുള്ള സാധ്യത കൂടുതലല്ലേ? ഒന്ന് അധികം രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴും ഇവർക്ക് ഒരു ഡിസ്കൗണ്ട് കിട്ടും. ആ ഡിസ്കൗണ്ട് ഇവർക്ക് കസ്റ്റമർക്ക് കുറഞ്ഞ വിലയിൽ പ്രൊഡക്റ്റ് കൊടുക്കാനായിട്ട് സഹായിക്കത്തില്ലേ? അതായത് ബാക്കിയുള്ള ആരേക്കാളും കുറഞ്ഞ വിലയിൽ ഈ ഫുട്വെയർ, ചെരുപ്പ് നിർമ്മിക്കാനായിട്ട് ഇവർക്ക് പറ്റത്തില്ലേ? അങ്ങനെ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇവർക്ക് വിൽക്കാൻ പറ്റുമെങ്കിൽ അത് ആ കമ്പനിക്ക് ഒരു കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് അല്ലേ? പിന്നെ ഇതിൻ്റെ തന്നെ വേറൊരു കേസ് നോക്കുവാണെങ്കിൽ, ഇപ്പം റിലാക്സോ ആണെങ്കിൽ ഒരു അഡ്വർടൈസ്മെന്റ് കൊടുക്കുകയെന്ന് വിചാരിക്കുക, ഒരു പരസ്യം കൊടുക്കുകയെന്ന് വിചാരിക്കുക. ഉടനെ ആ പരസ്യം കൊടുക്കാൻ നേരത്താണെങ്കിൽ അത് ആ 60 മില്യൺ ഫുട്വെയറിന് വേണ്ടിയാണ് ആ റിലാക്സോ പരസ്യം കൊടുക്കുന്നത്. അതായത് റിലാക്സോയുടെ പരസ്യത്തിന്റെ കോസ്റ്റ്, പരസ്യത്തിനായിട്ട് എത്ര രൂപ ചെലവഴിക്കുന്നു, ആ ചെലവാണെങ്കിൽ 60 മില്യൺ ചെരുപ്പിലേക്ക് ഡിവൈഡ് ആയി പോവുകയാണ്. പക്ഷെ എനിക്ക് നാളെ 100 മില്യൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഫുട്വെയർ കമ്പനി ആണെങ്കിൽ ഒരു അഡ്വർടൈസ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ, ഒരു പരസ്യം കൊടുക്കുകയാണെങ്കിൽ, അതാണെങ്കിൽ 100 മില്യണിൽ മാത്രം സ്പ്ലിറ്റ് ചെയ്തു. അതായത് 100 മില്യൺ ചെരുപ്പിന് വേണ്ടി മാത്രമാണ് അയാൾ പരസ്യം ചെയ്യുന്നത്. ഉടനെ ഈ 100 മില്യൺ ചെരുപ്പിനായിട്ട് പരസ്യം ചെയ്യുന്ന ആളുടെ അഡ്വർടൈസിങ് കോസ്റ്റ്, അയാളാണെങ്കിൽ പരസ്യം ചെയ്യുന്നതിന്റെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ റിലാക്സോയേക്കാളും കൂടുതലായിരിക്കും. ഉടനെ റിലാക്സോയേക്കാളും ഇവരുടെ അഡ്വർടൈസ്മെന്റ് കോസ്റ്റ് കൂടുതലാണെങ്കിൽ അവരുടെ പ്രോഫിറ്റ് കുറയത്തില്ലേ? പക്ഷേ റിലാക്സോ ആണെങ്കിൽ വലിയ രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് അവരുടെ അഡ്വർടൈസ്മെന്റ് കോസ്റ്റ് കുറവായിരിക്കത്തില്ലേ? അവരുടെ കോസ്റ്റ് കുറവാണെങ്കിൽ, ആ ചെലവ് കുറവാണെങ്കിൽ അവരുടെ പ്രോഫിറ്റ് കൂടുതലേ? അങ്ങനെ വലിയ രീതിയിലാണെങ്കിൽ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട്, വലിയ രീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്നതുകൊണ്ട് ഇത് ആ കമ്പനിക്ക് ഒരു കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ആണെന്ന് പറഞ്ഞുകൂടെ? അതാണ് എക്കോണമീസ് ഓഫ് സ്കെയിൽ എന്ന് പറഞ്ഞാൽ. ഇനി അടുത്തതും ഏറ്റവും അവസാനത്തെയായിട്ടുള്ള കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജിലേക്ക് നമുക്ക് കിടക്കാം. അതെന്ന് പറഞ്ഞാൽ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കാണ്. ഏഷ്യൻ പെയിന്റ്സ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പെയിന്റ് കമ്പനിയാണ്. എന്റെ ഊഹം ശരിയാണെങ്കിൽ ഏകദേശം 1 ലക്ഷത്തിന്റെ മണ്ടയ്ക്ക് ഡീലേഴ്സാണ് ഏഷ്യൻ പെയിന്റ്സിനുള്ളത് ഇന്ത്യ മൊത്തത്തിൽ. പക്ഷേ ആണെങ്കിൽ ഏഷ്യൻ പെയിന്റ്സിന്റെ രണ്ടാമത്തെ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ ബെർജർ പെയിന്റ്സും നെറോലാക്കും ആണ്. നെറോലാക്കും ബെർജർ പെയിന്റ്സും രണ്ടും കൂടെ ചേർന്ന് കഴിഞ്ഞാലും അവർക്ക് മൊത്തമുള്ള ഇന്ത്യയിലുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ 50,000 പേര് മാത്രമാണ്. അതായത് രണ്ടാമത്തെയും മൂന്നാമത്തെയും കോമ്പറ്റീഷനെ വെച്ച് നോക്കുമ്പോൾ അവരുടെ ഇരട്ടിയാണ്. രണ്ടുപേരോടെ ചേർന്നാലും അവരുടെ ഇരട്ടിയുള്ള ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കാണ് ഏഷ്യൻ പെയിന്റ്സിനുള്ള ഇന്ത്യയിലുള്ള ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക്. ഉടനെ ഏഷ്യൻ പെയിന്റ്സിനാണെങ്കിൽ ഇത്രയധികം ഡിസ്ട്രിബ്യൂഷൻ ഉള്ളത് കൊണ്ട് അവർക്കറിയാം എവിടെ ഏത് കളർ പെയിന്റ് എപ്പോഴാണ് ഏറ്റവും കൂടുതൽ വിൽക്കുന്നതെന്ന്. അതായത് ബാക്കിയുള്ള ഏത് പെയിന്റ് കമ്പനിയെ അപേക്ഷിച്ചിട്ടാണെങ്കിൽ ഇവർക്ക് കൂടുതൽ ഡേറ്റയുണ്ട്. അവരുടെ കച്ചവടം എവിടെയാണ് ഏറ്റവും കൂടുതൽ വിൽക്കുന്നത്, ഏറ്റവും കുറവ് എവിടെയാണ് വിൽക്കുന്നത്, എവിടെ ഏത് ഏരിയയിൽ എത്രത്തോളം പെയിന്റ് അയക്കണം. ഉടനെ ഈ ഡേറ്റ എല്ലാം ഏഷ്യൻ പെയിന്റ്സിന്റെ കയ്യിലുള്ളത് കൊണ്ട് അതിനനുസരിച്ചിട്ട് അവർക്ക് പെയിന്റ് നിർമ്മിക്കാനായിട്ട് പറ്റും. ഉടനെ ആവശ്യത്തിനനുസരിച്ച് മാത്രം പെയിന്റ് നിർമ്മിക്കുന്നത് കൊണ്ട് അവരുടെ പെയിന്റ് അവർക്ക് പെട്ടെന്ന് വിറ്റഴിക്കാനായിട്ട് പറ്റത്തില്ലേ? കാരണം ബാക്കിയുള്ളവരെക്കാളും കൂടുതൽ ഡേറ്റ ഇവരുടെ കയ്യിലുള്ളത് കൊണ്ട്. അതായത് ബെർജർ പെയിന്റ്സ് ആണെങ്കിൽ 2 ദിവസം എടുത്തിട്ടാണെങ്കിൽ എത്ര പെയിന്റ് വിൽക്കുന്നോ അത്രയും പെയിന്റ് ആണെങ്കിൽ ഏഷ്യൻ പെയിന്റ്സിനാണെങ്കിൽ 1 ദിവസം കൊണ്ട് വിറ്റൂടെ? അതായത് അവർ നിർമ്മിച്ച് വയ്ക്കുന്ന ഇൻവെന്ററി പെട്ടെന്ന് റൊട്ടേറ്റ് ചെയ്തൂടെ? അങ്ങനെ ചെയ്യുവാണെങ്കിൽ അവരുടെ കാശ്, അവരുടെ പ്രോഫിറ്റ് എവിടെയും സ്റ്റക്ക് ആകാതെ കമ്പനിയുടെ കയ്യിൽ പെട്ടെന്ന് കാശ് വരത്തില്ലേ? അങ്ങനെ കാശ് വരുവാണെങ്കിൽ അവർക്ക് വീണ്ടും പ്രൊഡ്യൂസ് ചെയ്തൂടെ? അങ്ങനെ ചെയ്യുവാണെങ്കിൽ അത് ആ കമ്പനിക്ക് ഒരു കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് അല്ലേ? അതായത് ബാക്കിയുള്ള പെയിന്റ് കമ്പനി അപേക്ഷിച്ചിട്ട് ഇതൊരു സീക്രട്ട് സോഴ്സ് അല്ലേ? ഈ പറഞ്ഞ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജുകളാണ് പൊതുവെ നമ്മൾ മാർക്കറ്റിൽ കണ്ടുവരുന്ന പല ടൈപ്പ് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജുകൾ. എനിക്കറിയാം വീഡിയോ കുറച്ച് നീണ്ടുപോയി, കുറെ കാര്യങ്ങളെ പറ്റി ഒരേ സമയം തന്നെ സംസാരിച്ചു. നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ടാകാം. എന്നാൽ നിങ്ങൾ വീഡിയോ ഒന്നുകൂടെ തിരുന്ന് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്ന കാര്യമേ ഉള്ളൂ. ഞാൻ ഒരു ഡൗട്ടും ഇല്ലാതെ ഞാൻ നിങ്ങളുടെ അടുക്ക പറയാം, ഈ വീഡിയോ ആണെങ്കിൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ജേർണിയിൽ ഉറപ്പായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോ ആണ്. നിങ്ങൾക്കാണെങ്കിൽ മാർക്കറ്റിൽ നിന്ന് നല്ലൊരു കാശ് ഉണ്ടാക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ കമ്പനികളെ പറ്റി പഠിക്കാനായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതാണെങ്കിൽ എവിടെയെങ്കിലും എഴുതി വെക്കുക. എന്നിട്ട് ഓരോ കമ്പനിയെ എടുത്ത് പഠിക്കാൻ നേരത്തും ഇതിൽ ഏത് ടൈപ്പ് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ആണ് ആ കമ്പനിയിലുള്ളതെന്ന് നോക്കുക. ഇല്ലെങ്കിൽ ഇതിലില്ലാത്ത ഏതെങ്കിലും പുതിയ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ആണ് ആ കമ്പനിയിലുള്ളതെന്ന് നോക്കുക.
നിങ്ങളാണെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരുന്നതെന്ന് പറയുന്നത് വലിയ റിട്ടേൺ ഉണ്ടാക്കാനായിട്ടാണ്. ചെറിയൊരു റിട്ടേൺ ഉണ്ടാക്കണമെങ്കിൽ ബാങ്ക് എഫ് ഡിയിൽ പോയി ഇൻവെസ്റ്റ് ചെയ്താൽ മതി. പക്ഷേ നിങ്ങൾ മാർക്കറ്റിലേക്ക് വരുന്നതെന്ന് പറയുന്നത് കൂടുതൽ റിസ്ക് എടുത്ത് കൂടുതൽ റിട്ടേൺ ഉണ്ടാക്കാനായിട്ടാണ്. ലോകത്തിലെ ഏത് ബെസ്റ്റ് ഇൻവെസ്റ്ററിനെ നോക്കിയാൽ അവരൊരു ബിസിനസ് വാങ്ങിക്കുന്നതിന് മുൻപ് നോക്കുന്ന ഒരു കാര്യമാണ് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ്. അതുകൊണ്ട് ഇതറിയാതെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ഇൻവെസ്റ്റർ ആകാനായിട്ട് പറ്റത്തില്ല. പക്ഷെ എന്നാലും ഞാൻ എപ്പോഴും പറയുന്ന കൂട്ട് ഒരു ഘടകം മാത്രം നോക്കി ഒരു സ്റ്റോക്ക് വാങ്ങാതിരിക്കുക. കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് മാത്രം നോക്കി ഒരു ബിസിനസ്സിനെ വാങ്ങാനായിട്ട് പറ്റത്തില്ല. അതിന്റെ ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ കോൾഗേറ്റ്, കാസ്ട്രോൾ ഇതിങ്ങനത്തെ കമ്പനികളൊക്കെ നോക്കുവാണെങ്കിൽ ഏറ്റവും ശക്തമായിട്ടുള്ള കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ഉള്ള ബിസിനസ്സുകളാണ്. പക്ഷെ കഴിഞ്ഞ 5 വർഷങ്ങളിലൊക്കെ നോക്കുവാണെങ്കിൽ വളരെ കുറച്ച് പേര് മാത്രമാണ് ഈ ബിസിനസ്സുകളിൽ നിന്ന് കാശുണ്ടാക്കിയിട്ടുള്ളത്. ഒരു ബിസിനസ്സിന് സ്ട്രോങ് ആയിട്ടുള്ള കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ഉണ്ടെങ്കിലും അതിന് ഗ്രോത്ത് ഇല്ലെങ്കിൽ, അതിന് വളർച്ചയില്ലെങ്കിൽ ഒരിക്കലും ആ ബിസിനസ് ഭാവിയിൽ വലിയൊരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യത്തില്ല, നല്ലൊരു കാശ് ഉണ്ടാക്കാനായിട്ട് പറ്റത്തില്ല. ഉടനെ അടുത്ത വീഡിയോകളിലാണെങ്കിൽ നമ്മളൊരു ബിസിനസിന്റെ ഗ്രോത്തിന്റെ വളർച്ചയുടെ ഘടകങ്ങളെ പറ്റി സംസാരിക്കുന്നതാണ്. ഉടനെ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണെങ്കിൽ ആ നോട്ടിഫിക്കേഷൻ ബെല്ല് ഓൺ ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫ്രണ്ട്സിന് ഇല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റിനെ പറ്റി പഠിക്കാനായിട്ട് ആഗ്രഹമുള്ളവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. വീഡിയോ കണ്ടതിന് വളരെ നന്ദി. വീണ്ടും ഒരു വീഡിയോയിൽ കാണുന്നിടം വരെ നന്ദി, നമസ്കാരം.